ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് വേറൊരു വെറൈറ്റി സാധനം ട്രൈ ചെയ്യാം. ഇന്ന് എഡിറ്റിംഗ് ഒക്കെ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിന്നൊരു ഹാർഡ് ഡിസ്ക് തുറന്നു നോക്കാം. ഇത് ഞാൻ കാണിച്ചിരുന്നത് നേരത്തെ എൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു പോയൊരു ഹാർഡ് ഡിസ്കായിട്ട്. ഇതൊന്ന് അഴിച്ചു നോക്കിയാലോ? വേണ്ട, ഒരു കാര്യം ചെയ്യാം, ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഹാർഡ് ഡിസ്ക് അല്ല, ലാപ്ടോപ്പ്. തൽക്കാലം ഒരു മൗസ് പാഡ് തൽക്കാലം യൂസ് ചെയ്യാം. ഡൺ. സ്ക്രൂ എവിടെയൊക്കെയാണോ ഉള്ളത്, ഇതിലൊക്കെയോ ഉണ്ട്. അപ്പോൾ നമുക്കിത് അഴിച്ചു തുടങ്ങാം. ടൂൾ കിറ്റ് എടുത്ത് അതിനുമ്പ് ഇതിൻ്റെ സ്ക്രൂ ഒക്കെ കാണുന്നുണ്ടോ? സാധാ ഒരു സ്ക്രൂ അല്ല, വേറൊരു ടൈപ്പ് ബിറ്റാണ്, ഹെക്സ് ബിറ്റ് അങ്ങനെയാണെന്ന് തോന്നുന്നു. അതിന് മുമ്പ് ഓരോ ബിറ്റ് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഇതല്ല, ഇതുമല്ല, യെസ്, കറക്റ്റ്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് അഴിക്കുക. എന്തായാലും ഇത് ഡിസ്ക് ആയതുകൊണ്ട് അത്ര വലിയ ഇതായിട്ട് നോക്കുന്നൊന്നുമില്ല. ഇത്തിരി റഫായാലും കുഴപ്പമില്ല. ഒരു കാര്യം കൂടെ നോക്കാം, ഇതിനടിയിൽ വല്ല സ്റ്റിക്കറിനടിയിലും വല്ലതും ഉണ്ടോ എന്ന്, അതായത് സ്ക്രൂ വല്ലതും സ്റ്റിക്കറിനടിയിലും ഉണ്ടോ എന്നൊന്ന് നോക്കണം. നമുക്ക് സ്റ്റിക്കർ പൊളിച്ചെടുക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിച്ചു പോയ ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്യുക. ഇങ്ങനെ സ്റ്റിക്കർ പൊളിച്ച് കയറി എടുത്തിട്ടുണ്ട്. വെട്ടക്കുറവുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ഇതാ ഈ ഒരു സ്ക്രൂവും കൂടെ ബാക്കിയുണ്ട്, അതുകൊണ്ട് അഴിക്കാം. സോറി, ഇത് ഫ്ലാറ്റ്. നേരത്തെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന വൈകുന്നേരമായിരുന്നു, ഇപ്പം രാത്രിയായി. പറഞ്ഞില്ല, ഫോണിൻ്റെ ചാർജ് തീർന്നു. അപ്പോൾ ഇറ്റ്സ് ഹൈ ടൈം വി ഓപ്പൺ ദ കേസ്. ഇപ്പോൾ ഇവിടെ സ്ക്രൂ ഉണ്ടോ? എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ സ്ക്രൂ കാണണമെന്നാണ്. അതെ, ഇതിനകത്ത് ഒരു സ്ക്രൂ ഉണ്ടായിരുന്നു. ഇനി ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ ഭാഗ്യം ഇതിലും ഇല്ല. അത് കഴിച്ചു. ലെറ്റ്സ് പിക്ക് അപ്പ് ദ കേസ്. ചേട്ടാ, പിന്നെയും സോമനായല്ലോ. ഇതിനടിയിൽ സ്റ്റിക്കർ ഊരിയ സ്ക്രൂ കാണാം. ഉണ്ട്. വെറുതെ സോമനായി. ഇതൊരു ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡ്രൈവാണ്, അതുകൊണ്ടാണ് ഇത്ര ചെറുത്. ഒരു സാധാരണ ഡെസ്ക്ടോപ്പിൻ്റെ ഹാർഡ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ തന്നെ ഏറെക്കുറെതാ ഈ സൈസ് വരും. അതായത് സൈസ് വെച്ച് നോക്കുമ്പോൾ തന്നെ നല്ല വ്യത്യാസമില്ലേ? ഓക്കെ, ഇത് തൽക്കാലം മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി വേറെ സ്ക്രൂ ഒന്നും ഇല്ലല്ലോ. പിന്നെ ഇത് കവർ പൊക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ ആകവശത്ത്. അതിൽ നോക്കുവാണെങ്കിൽ ഇത് നമ്മുടെ മാഗ്നറ്റിക് ഡിസ്ക്കാണ് ഈ കാണുന്നത് റൗണ്ടിൽ. ഇതന്നെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു ബ്രാക്കറ്റ്. ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് അസംബ്ലിയാണ്. ഇതിലൊരു നിയോഡൈമിയം മാഗ്നറ്റ് ഉണ്ട്. ഈ മാഗ്നറ്റാണ് ഈ മെക്കാനിസത്തിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇതാണ് മാഗ്നറ്റ് അസംബ്ലി എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ഹെഡ്. ഈ ഹെഡാണ് ഈ ഡിസ്കിലുള്ള ഡേറ്റ റീഡ് ചെയ്യുന്നത്. ഈ ഹെഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കുന്നത് ഈ പറയുന്ന മാഗ്നറ്റ് അസംബ്ലിയാണ്. ഇതിനടിയിൽ എന്നുള്ള ഒരു മോട്ടറും ഉണ്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അടിവശത്ത് ഇതിൻ്റെ ഒരു കൺട്രോൾ ബോർഡും ഉണ്ട്. ഇത്രയേ ഉള്ളൂ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത്. ഞാൻ അധികം അഴിക്കുന്നൊന്നുമില്ല.
ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ ഇതാ ഈ പറയുന്ന റൗണ്ട് പോർഷൻ, ഇതാണ് ആ മോട്ടർ. അതായത് ഈ ഡിസ്ക് മോട്ടറിലാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ശരിക്കും ഇതിങ്ങനെ ബെയർ ഹാൻഡ് കൊണ്ട് തുടരുതെന്നൊക്കെയാണ്. ഇത് പോയ ഡിസ്ക് ആയതുകൊണ്ട് ഞാൻ അത്രയും നോക്കുന്നില്ല. നമുക്ക് തിരിച്ചിനി അടച്ച് ഇവിടെ അങ്ങനെ വെച്ചേക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് ഹാർഡ് ഡിസ്കിൻ്റെ അകവശം കണ്ടിട്ട്? ഇതുപോലെ എന്തെങ്കിലും ടെയർ ഡൗൺ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ഡു മെൻഷൻ ഇറ്റ് ഇൻ ദ കമൻറ്റ്സ്. നമുക്ക് ഇതുപോലെ നിങ്ങളുടെ കമൻറ്റാണ് ഇതുപോലെ ഓരോ കണ്ടൻറ്റിനും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്പെഷ്യൽ ഷൗട്ട് ഔട്ട് ടു ദി അനോണിമസ് പേഴ്സൺ ഈ ഒരു കണ്ടൻറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ മെസ്സേജ് ചെയ്തതിന്. സോ തിരിച്ചത് ക്ലോസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.